ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ അവിയലാണ്. സദ്യയ്ക്കും കല്യാണങ്ങൾക്കുമൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ഒരു വിഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അവിയൽ ഉണ്ടാക്കുന്നതിനായിട്ട് വെജിറ്റബിൾസ് വളരെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ പാനിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ്, അച്ചിങ്ങാപ്പയർ, തക്കാളി, മുരിങ്ങക്കോല്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പച്ചക്കായ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, വഴുതനങ്ങ, കറിവേപ്പില. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ ഇന്ന് അവിയലിനായിട്ട് എടുത്തിരിക്കുന്നത്. അവിയലിൽ ചേർക്കാത്ത വെജിറ്റബിൾസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് അവിയലിൽ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാകും. പാകത്തിന് ഉപ്പ്, കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഞാൻ അവിയലിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു തവി കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അവിയലിൽ ചേർക്കേണ്ടതായ അരപ്പ് അരച്ചെടുക്കാം. അരപ്പ് അരയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിരിക്കുന്നു. ജാറിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ചിരകി എടുത്തിരിക്കുന്നത്. നാളികേരത്തിൻ്റെ കൂടെ ഒരല്പം സാധാരണ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി അല്ലി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ഒതുക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. തേങ്ങ അരയുന്നതിലേക്കായിട്ട് ഒരല്പം വെള്ളം നമ്മൾ ചേർക്കുകയാണ്. തേങ്ങ ഇപ്രകാരം ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പച്ചക്കറിക്കൂട്ട് എടുക്കാം, ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നതാണ്. വെജിറ്റബിൾസും പൊടികളും തേങ്ങ ഒതുക്കിയെടുത്തതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യണം. വെജിറ്റബിൾസ് എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ ഒരു 3-4 തുള്ളി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് വേകുന്നതിന് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം കൂടി അതിൽ ആഡ് ചെയ്യുകയാണ്. ഇതിന് ശേഷമാണ് ഞാനിത് സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. വെജിറ്റബിൾസ് സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. ഇത് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്ക് നല്ല തീയിൽ തന്നെ വേവിക്കാം. തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ്. അവിയൽ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. സദ്യകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് അവിയൽ. അവിയലില്ലാത്ത സദ്യ ഉണ്ടാവില്ലല്ലോ. മാത്രവുമല്ല, എല്ലാ പച്ചക്കറികളും ചേരുന്നത് കൊണ്ട് ഇത് ശരീരത്തിന് വളരെ ആരോഗ്യപ്രദവും ആയിരിക്കും. അവിയലിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ വെജിറ്റബിൾസിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൂടാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നല്ല സ്വാദിഷ്ടമായ അവിയലാണ് കേട്ടോ ഇത്. നമ്മുടെ അവിയൽ റെഡിയായിരിക്കുന്നു. സ്റ്റവിൽ വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടിവരും ഈ അവിയൽ പാകമായിട്ട് കിട്ടുവാൻ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യണം.